ഇതിനകത്ത് ഈ പുരുഷൻ്റെയും സ്ത്രീയുടെയും മനഃശാസ്ത്രം രണ്ട് തരത്തിലാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്ത്രീ തൻ്റെ തീരുമാനമെടുക്കാനായിട്ട് സീക്വൻസ് ഓഫ് ഈവൻസ് ഉണ്ടാകും. കുറേ തെറ്റായ അനുഭവങ്ങൾ, തെറ്റായ എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പോൾ ഒക്കെ റെഡ് ഫ്ലാഗ് കാണിക്കും. അതിനുശേഷം ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആകുന്നു. പിന്നെ ഒരു തീരുമാനമെടുക്കുകയാണ് ഇനി ബന്ധം വേണ്ട എന്നുള്ളത്. പക്ഷെ പുരുഷന് തിരിച്ചറിയാതെയാണ് അവൻ്റെ ജീവിതം പോകുന്നത്. അവൻ വിചാരിക്കും ഓക്കെ ഇതൊന്നും സാരമില്ല എന്നുള്ളത്. പക്ഷെ പിന്നെ പ്രശ്നം വരുമ്പോൾ സ്ത്രീ പിൻവലിയുകയും പുരുഷനെ നന്നാക്കാനെ ശ്രമിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അത് ഒട്ടനവധി ക്ലയൻസിൻ്റെ ഞാനും കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ ഈ ശ്രമം നടത്തുമ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക്കലി ട്രസ്റ്റ് നഷ്ടപ്പെട്ടു, തീരുമാനമെടുത്ത് മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞു. പുരുഷൻ ഇപ്പോഴും വിചാരിക്കുന്നത് ശരിയാക്കാമെന്ന് വിചാരിക്കുകയും അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്, ചേസ് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഈ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ ഒരാൾ ഈ പുരുഷൻ ശരിക്കും വളരെ വീക്കാകുകയും ഇതിൽ കൂടുതൽ അഫക്റ്റഡ് ആകുകയും അദ്ദേഹം തന്നെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണെന്ന് മാത്രമല്ല, ഇത് നേരത്തെ തന്നെ പുരുഷൻ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പല ആൾക്ക് നോ കോൺടാക്ട് റൂൾസ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക, തെറ്റായ സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊരു മനഃശാസ്ത്രപരമായ പ്രശ്നമാണ്. പുരുഷന് വളരെ വൈകിയേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും സ്ത്രീ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം. ട്രസ്റ്റ് ബ്രേക്ക് ചെയ്താൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം ടിപ്പിക്കലായി സംഭവിക്കുന്ന കാര്യമാണ്. പലപ്പോഴും ഡിവോഴ്സുകളുടെയും കാരണങ്ങളൊന്നും ഇതാണ്. ഈ ഒരു സർക്കംസ്റ്റാൻസ് സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കാം ഒരു പുരുഷന് ഇതിനെ ഹാൻഡിൽ ചെയ്യണമെന്നതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാൻ സാധിക്കും? ഒരിക്കൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ സ്ത്രീകൾ പിൻവലിയുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സമയത്ത് പലപ്പോഴും പല ആളും ചെയ്യുന്നതിനുള്ള ഒരു മിസ്റ്റേക്കായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, ഈ ട്രസ്റ്റ് വീണ്ടെടുക്കാനായിട്ട് ഈ പുരുഷന്മാർ ഡൈഹാർട്ടായിട്ട് അവർ ചേസ് ചെയ്യുക, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, അവരോട് ക്ഷമ ചോദിക്കുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ശരിക്കും സ്ത്രീക്ക് അനുഭവപ്പെടുന്നത് എത്രമാത്രം പുരുഷൻ അവരെ കമ്പൽ ചെയ്യുന്നോ അല്ലെങ്കിൽ അവരുടെ പിറകെ പോകുന്നോ അവർക്കത് കൂടുതൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് പകരം മനഃശാസ്ത്രം എല്ലാം പറയുന്നത് നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുക. ഈ കാലഘട്ടം നിങ്ങൾ തന്നെ ട്രാൻസ്ഫോം ചെയ്യുക. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ട്രസ്റ്റ് വീണ്ടെടുക്കാനുള്ള സാധ്യതയെങ്കിലും ഉള്ളൂ. ട്രസ്റ്റ് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ സാധ്യതയെങ്കിലും ഉള്ളൂ. അല്ലാതെ പലപ്പോഴും ഉപയോഗിക്കുന്നത് സ്ട്രാറ്റജി തെറ്റായിക്കൊണ്ട് വീണ്ടും മെസ്സേജ് അയക്കുക, വീണ്ടും വിളിക്കുക, ക്ഷമ ചോദിക്കുക, ഒരു ചാൻസ് തരാൻ ആവശ്യപ്പെടുക, ഇങ്ങനെ ബെഗ് ചെയ്ത് സെൽഫ് എസ്റ്റീം ഇല്ലാത്ത, കോൺഫിഡൻസ് ഇല്ലാത്ത, ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയായി നഷ്ടപ്പെട്ട സ്ത്രീയുടെ പിന്നാലെ പോകുക എന്ന് പറയുന്ന ഹതഭാഗ്യനായ പുരുഷൻ അവൻ്റെ ജീവിതത്തിൽ ഒരു ഹോപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് അനുഭവങ്ങളും ഒപ്പം പഠനങ്ങളും മനസ്സിലാക്കുന്നത്. പക്ഷെ പലപ്പോഴും മനുഷ്യൻ സ്വീകരിക്കുന്നത് നെഗറ്റീവായുള്ള തെറ്റായൊരു സ്ട്രാറ്റജിയാണ് ഈ സ്ട്രഗിളിങ് സിറ്റുവേഷൻ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഒന്ന് ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ ആ ട്രസ്റ്റ് വീണ്ടെടുക്കണമെങ്കിൽ 1 അല്ല 2 അല്ല 10 ഇരട്ടി എഫേർട്ട് എടുത്തുകൊണ്ട് എന്നെ മൊത്തമായി ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് നമ്മുടെ പങ്കാളിയെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ ഫോഴ്സ് ചെയ്യുകയോ ചെയ്താൽ സാധിക്കില്ല എന്നത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത് ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ലൈംഗികതയെക്കുറിച്ച് സംസാരിച്ചു, അതുകൂടി പറയാതെ നിർത്തുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും ഇപ്പോഴും പല കൗൺസിലേഴ്സും ഒപ്പം തന്നെ പലരും പറയാറുണ്ട്, ലൈംഗിക ജീവിതത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ഇടയിൽ വിവാഹ ബന്ധത്തിൽ വളരെ ഇമ്മച്വർ ആയിട്ടുള്ളതാണ് ഇപ്പോഴും പല ഗൈനക്കോളജിസ്റ്റ് ഉൾപ്പെടെ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെ ആൾക്കാർ പറയാറുണ്ട്. ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ച് ലൈംഗികതയെ കാണുന്നതും സ്ത്രീയെ സംബന്ധിച്ച് ലൈംഗികതയെ കാണുന്നതും 2 രീതിയിലാണെന്ന് പറയാറുണ്ട്. പുരുഷൻ്റെ സെക്സ് എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഇടുന്നത് പോലെയും സ്ത്രീക്ക് സെക്സ് എന്ന് പറയുന്നത് ഒരു ഇസ്തിരി ഇടുന്ന പോലെയും ആണെന്ന് പറയുന്നു. കാരണം പുരുഷൻ പെട്ടെന്ന് സെക്ഷലി ആക്റ്റീവ് ആവുകയും പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യുന്ന ആളാണ്. സ്ത്രീയെ സംബന്ധിച്ച് അത് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അവർക്ക് ചൂടാകാൻ സമയമെടുക്കും, തണുക്കാനും സമയമെടുക്കും. അതുകൊണ്ട് ഈ പറയുന്ന ഈ കോൺസെപ്റ്റ് സ്ത്രീയെ ഉണർത്താനായിട്ടുള്ള, സ്ത്രീയെ വളർത്താനായിട്ടുള്ള ഫോർ പ്ലേസും ആഫ്റ്റർ പ്ലേയും എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പുരുഷൻ എപ്പോഴും ലൈംഗികമായി ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ടെങ്കിലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് സജ്ജമായാൽ മാത്രമേ ലൈംഗികതയ്ക്ക് ഉണ്ടാകുകയുള്ളൂ. പക്ഷെ പുരുഷനെ സംബന്ധിച്ച് എപ്പോഴും ലൈംഗികത ഏറ്റവും അത്യാവശ്യമായതുകൊണ്ട് ഈ ലവ് ലാംഗ്വേജ്, ടച്ച് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി കൂടുതൽ ആകർഷണമാകുകയും അത് പലപ്പോഴും ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള നോളജ് കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ പലർക്കും ഇല്ല എന്നുള്ള ഒരു തോന്നലുണ്ട്. മാത്രമല്ല ഇപ്പോഴിപ്പോൾ എല്ലാവർക്കും തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നോളജ് എല്ലാം കിട്ടുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള പോൺ വീഡിയോ ഉൾപ്പെടെയുള്ള പലതും കണ്ട ശേഷം ലൈംഗികതയെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ ആളുകൾക്ക് വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ പോൺ സ്റ്റാറുകളെ കാണുന്നു, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെ കാണുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതാണ് യഥാർത്ഥമുള്ള ലൈംഗിക ജീവിതം ധരിച്ചുകൊണ്ട് സ്ത്രീ ഇങ്ങനെ പെരുമാറാൻ സാധ്യതയുണ്ട് എന്ന് ധരിച്ചുകൊണ്ടെല്ലാം മനുഷ്യൻ പ്രതികരിക്കുന്നുണ്ട്.
പക്ഷേ കാലഘട്ടം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. പുരുഷൻ ലൈംഗിക ജീവിതത്തിൽ ആധിപത്യം കാണിക്കുന്നതൊപ്പം തന്നെ സ്ത്രീയും ആധിപത്യം കാണിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഫണ്ടമെൻ്റലായി ഈ സ്നേഹബന്ധം മാനസികമായി തയ്യാറാക്കാതെ ലൈംഗികതയെ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടുള്ള ജീവിതം പലപ്പോഴും അപകടത്തിലാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ പരസ്പരം മനസ്സിലാക്കൽ എന്നുള്ള കാര്യത്തിൽ സ്നേഹം എന്നുള്ള ബന്ധത്തെ ഊഷ്മളമാക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമായിരിക്കാം കോംപ്രമൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള പരസ്പരം മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ മാത്രമേ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ നന്നാക്കാനും ഡിവോഴ്സ് പോലെയുള്ള ദുരന്തകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുത്താനും സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് വിഷയത്തെക്കുറിച്ച്